പഴയ ആലുവ മൂന്നാർ രാജപാത തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 16-ന് പൂയംകുട്ടി മുതൽ നടത്തിയ അവകാശ പ്രഖ്യാപന യാത്രയിൽ പങ്കെടുത്ത ജനപ്രതിനിധികൾക്കെതിരെയും കോതമംഗലം രൂപതാ മുൻ ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിലിനെതിരെയും മറ്റാളുകൾക്കെതിരെയും കേസെടുത്ത പോലീസ് വനംവകുപ്പ് നടപടികൾക്കെതിരെ വിമർശനവുമായി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് രംഗത്ത്. സമരത്തെ അടിച്ചമർത്തുന്നതിനുള്ള സമീപനമാണ് വനംവകുപ്പും പോലീസും സ്വീകരിച്ചിട്ടുള്ളതെന്നും വനംവകുപ്പിന്റെ പകപോക്കൽ നടപടി തീക്കൊള്ളികൊണ്ട് തലചൊറിയുന്നതിന് തുല്യമായിരിക്കുമെന്നും എം പി വ്യക്തമാക്കി. കഴിഞ്ഞ ഞായറാഴ്ച കുട്ടമ്പുഴയിൽ പൂയംകുട്ടിയിൽ നിന്നും ആരംഭിച്ച സമരയാത്ര പഴയ ആലുവ മൂന്നാർ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആ പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾക്കെതിരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും പലതരത്തിലുമുള്ള കേസുകൾ ചുമത്തി ആ സമരത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തുകയാണ്. ആദ്യഘട്ടത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കേസാണ് ഉണ്ടായിട്ടുള്ളത്. അത് വനംവകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പ്രദേശവാസികളായ ആളുകളെയെല്ലാം പ്രതി ചേർത്തുകൊണ്ട് അതിന് നേതൃത്വം നൽകിയ എം പി എന്നുള്ള നിലയിൽ ഞാൻ ഉൾപ്പെടെ മറ്റു ജനപ്രതിനിധികൾക്കും അഭിമന്യനായ മുൻ പിതാവ് മാർ ജോർജ് പുന്നക്കോട്ടിലിനുമെതിരെയെല്ലാം അത്തരത്തിലുള്ള കേസുകൾ ചുമത്താൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമങ്ങളാണ് നടന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നും PDPP ആക്ട് അനുസരിച്ചുള്ള പൊതുമുതൽ നശിപ്പിക്കലിനെതിരെയുള്ള ഒരു കേസാണ്